ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ദൈവം ഒരു ഉറവ് തുറന്നു കഴിഞ്ഞാൽ അത് നിൽക്കാത്ത രീതിയിൽ. നമുക്ക് ഹാഗാറിൻ്റെ ചരിത്രം അറിയാമല്ലോ. ഹാഗാറിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഹാഗാർ ഇശ്മയേലുമായിട്ട് യാത്ര ചെയ്ത മരുഭൂമിയിൽ ഈ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് അവൾ ദൂരെ പോയി കരഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ നിന്ന് വെള്ളം പുറപ്പെടുകയാണ്. കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളമായിരിക്കും അവൾ ചോദിച്ചത് ഇഷ്മായേലിന് കുടിക്കാൻ. ഇപ്പം കുടിക്കാൻ മാത്രമല്ല, കുളിക്കാനും വെള്ളമുണ്ട്. ഈ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതനുസരിച്ച് ആ വെള്ളം ഇന്നുവരെ നിന്നിട്ടില്ല എന്നാണ് അവരതിന് പറയുന്നത്. സംസം വാട്ടർ എന്നാണ്. സംസം അതായത് ഇവിടെ കുടിക്കാനൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത്. സംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനഫ് ഇനഫ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പ്രതീക്ഷിച്ചതിൻ്റെയൊക്കെ അങ്ങേ അറ്റത്താണ് സംസം. ഇനഫ് ഇനഫ് വാട്ടർ. ഇന്നും ആ ഉറവയുണ്ടെന്നാണ് പറയുന്നത്. അതായത് ദൈവം തുറന്ന ഉറവ ഇതുവരെ പോയിട്ടില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം തുറക്കുന്നതായ ഉറവുകൾ നിൽക്കാതെ നമുക്ക് സമൃദ്ധി നമുക്ക് പലപ്പോഴും കാണാനായിട്ട് കഴിയുന്നുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചനം അതിൻ്റെ 48-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ അവൻ അവരെ ശൂന്യപ്രദേശങ്ങളിൽ കൂടെ നടത്തിയപ്പോൾ അവർക്ക് ദാഹിച്ചില്ല. അവൻ അവർക്ക് വേണ്ടി പാറയിൽ നിന്ന് വെള്ളം ഒഴുകുമാറാക്കി. അവൻ പാറ പിളർന്നപ്പോൾ വെള്ളം ചാടി പുറപ്പെട്ടു. ശൂന്യപ്രദേശങ്ങളിൽ കൂടെ നടത്തിയപ്പോൾ അവർക്ക് ദാഹിച്ചേയില്ല. അവൻ അവർക്ക് വേണ്ടി പാറയിൽ നിന്ന് വെള്ളം ഒഴുകുമാറാക്കി. ആ പാറ പിളർന്നപ്പോൾ വെള്ളം ചാടി പുറപ്പെട്ടു. ദാറ്റ്സ് വാട്ട് ഐ സേ. എന്നാൽ നമ്മളിവിടെ എംഫസൈസ് ചെയ്യുന്ന ഒരു വാക്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നാണ് അവർ കുടിച്ചത്. അപ്പോൾ അനുഗമിച്ച എന്നൊരു വാക്കാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പാറ പുറകെ പോവുക. ഇതൊരു റബിനിക് ചിന്തയാണ്. ഈ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവർ റബിനിക് സ്റ്റോറീസ് ഒത്തിരി ഉണ്ട്. ആ സ്റ്റോറീസ് വേദവസ്തത്തിലെ സ്റ്റോറീസ് അല്ല, പക്ഷെ ആ റബിനിക് സ്റ്റോറികൾ ഒത്തിരി പല പല കാര്യങ്ങൾക്കെല്ലാം ഇപ്പം അത് അവർ കുറച്ചുകൂടെ പൊളിപ്പും തൊങ്ങലും ചേർത്തെന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പം മോസസിൻ്റെ കാര്യത്തിലൊക്കെ ഒത്തിരി റബിനിക് സ്റ്റോറീസ് ഉണ്ട്. അപ്പം മോശ എന്തുകൊണ്ടാണ് വിക്കനായി തീർന്നതെന്നുള്ളതിൻ്റെ ഒരു റബിനിക് സ്റ്റോറിയുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാനെങ്കിലും പറയാം. അതായത് മോശ ഈ മുട്ടിലഴഞ്ഞ് നടക്കുന്നതായ സമയത്ത് ഫറവോൻ ഒരു ബൗളിൽ കംപ്ലീറ്റ് ജുവൽസും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവച്ചു. മറ്റേ കാനൽ ഇതിനകത്ത് ഒരു നെരിപ്പോളിനകത്ത് കത്തിയ കോള് കൊണ്ടുവച്ചു. അപ്പം ഇവൻ ഇത് ഏത് ചൂസ് ചെയ്യുമെന്നറിയാൻ, ഇത് റബിനിക് സ്റ്റോറിയാണ്, ഇത് വേഴ്സലുള്ള സ്റ്റോറിയൊന്നുമല്ല. അപ്പം മോശ ഇങ്ങനെ മുട്ടിലഴഞ്ഞ് ഈ ജുവൽസ് എല്ലാം ഈ രത്നങ്ങളെല്ലാം കണ്ടിങ്ങനെ ഒന്ന് നോക്കി വെച്ച് തല തിരിച്ച് നേരെ ചെന്ന് കോള് എടുത്തപ്പോൾ പെട്ടെന്ന് കൈ പൊള്ളിയപ്പോൾ അത് നാക്കയിലോട്ട് വെച്ചു. അന്നേരം നാക്ക് പൊള്ളി. അങ്ങനെയാണ് മോശ വിക്കനായതെന്നൊരു റബിനിക് സ്റ്റോറിയുണ്ട്. റബിനിക് സ്റ്റോറിയാ, അല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ എബ്രായ ലേഖനകാരൻ പറയുമ്പോഴത്തേക്ക് അവൻ പറയാണ്, അവൻ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണി. അപ്പോൾ ഈ സ്റ്റോറി വേദോസത്തിൻ്റെ സ്റ്റോറി അല്ല. ആ സ്റ്റോറി ആരും വിശ്വസിക്കൊന്നും വേണ്ട. പക്ഷേ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതുപോലെ റബിനിക് സ്റ്റോറിക്കകത്തുള്ള ഒരു സ്റ്റോറിയാണ് ഈ മോശ പാറയടിച്ച് വെള്ളം പുറപ്പെട്ട് കഴിഞ്ഞിട്ട് ഇവർ പോകുന്ന എല്ലായിടത്തും ഈ പാറ പുറകെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ റബിനിക് സ്റ്റോറി കിടക്കുന്നത് കൊണ്ടാണ് പോൾ പറയുന്നത് ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല, പക്ഷേ അവരുടെ പുറകെ പോയി എന്നുള്ളത് കറക്റ്റാണ്. അത് പോൾ പറയുന്നു, ഞാൻ കാണുന്നത് അത് ഭൗതികമായ ജലത്തിൻ്റെ കാര്യം മാത്രമല്ല. ദാറ്റ് ഹാപ്പൻഡ്.
പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ അവരെ അനുഗമിച്ച ആത്മിക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആത്മിക പാറയിൽ നിന്ന്. ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം അനുഗമിക്കുന്ന എന്നുള്ളതാണ്. അനുഗമിക്കുന്ന. അപ്പോൾ എല്ലാ തലങ്ങളിലേക്കും എല്ലാ മണ്ഡലങ്ങളിലേക്കും ഈ പാറ നമ്മുടെ പുറകെ വരുന്ന, ക്രിസ്തുവാകുന്ന പാറ നമ്മുടെ പുറകെ വരുന്ന ഒരവസ്ഥ. പാറ പുറകെ വന്നാൽ പോരാ, ഈ പാറയിൽ നിന്ന്, ഈ അനുഗമിക്കുന്ന പാറയിൽ നിന്ന് നമ്മൾ കുടിക്കുകയും വേണം. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പുതിയ നിയമത്തിലും കർത്താവ് സംസാരിക്കുമ്പോൾ തന്നെ അവിടെ പറയുന്ന, ഇപ്പം ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ അതിൻ്റെ 7-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 37-38 വാക്യങ്ങളിൽ, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു വന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പോൾ പറയുന്നത്, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ലിറ്ററൽ റോക്ക്, or even I am not talking about the water they were drinking in the wilderness. That happened in the past. അത് നടന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ പോൾ പറയുന്നു, അവർ ആത്മീക ആഹാരം കുടിച്ചു, ആത്മീക ആഹാരം ഭക്ഷിച്ചു, ആത്മീക പാനീയം കുടിച്ചു. അപ്പൊ യേശു പറയുന്നു, യെസ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. നിങ്ങൾ ശരിക്കും തേഴ്സ്റ്റി ആണെങ്കിൽ യു കം ടു മീ, എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. നമുക്ക് ദാഹിക്കുന്നവൻ വരട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഇത് ഭൗതികമായ വെള്ളത്തെക്കുറിച്ചല്ല. ഇറ്റ് സ്പീക്സ് അബൌട്ട്, താഴെ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. അപ്പോൾ ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ ഈ അനുഗമിക്കുന്ന ആത്മിക പാറയിൽ നിന്ന് നമ്മൾ നിരന്തരമായി കുടിക്കേണ്ടത് എന്താണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. ആ ഒരു അനുഭവം നമുക്കുണ്ടോ? ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് ഇഷ്ടംപോലെ ആളുകളെല്ലാം പറയുന്നുണ്ട്. പക്ഷെ യേശുവിൽ നിന്ന് നമ്മൾ ഭൗതികമായ കാര്യങ്ങൾ കുടിച്ച് മാത്രം പോകുന്ന ഒരു കാര്യമല്ലല്ലോ. ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചാണ്. ഇതിപ്പോ ഈ ശമരിയക്കാരി സ്ത്രീയിൽ നിന്ന് നമുക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഈ ശമരിയക്കാരി സ്ത്രീ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു, ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവൻ്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങൾ കൈക്കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമരിയ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമരിയർക്കും തമ്മിൽ സമ്പർക്കമില്ല. ഓക്കെ. അതിനെ യേശു, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. അപ്പൊ പ്രോബ്ലം ഇഗ്നറൻസ് ആണ്. ഒന്ന്, ആരാ ചോദിക്കുന്നെന്നുള്ളത് ഇവക്ക് മനസ്സിലാകുന്നില്ല. 2, ഇവനെ എന്ത് തരാൻ കഴിയുമെന്നുള്ളത് അവൾ മനസ്സിലാക്കുന്നില്ല. നമുക്കും ഇത് തന്നെയാണ് നമ്മളെ ഇഗ്നറൻസ്. നമുക്ക് പലപ്പോഴും ശരിക്കും നമ്മളോട് ചോദിക്കുന്ന, സംസാരിക്കുന്ന യേശുവിൻ്റെ ആ മഹത്വം, അല്ലെങ്കിൽ അവൻ എന്താണ്, അവൻ ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. മനസ്സിലാകുന്നത് തന്നെയല്ല, അവന് നമുക്ക് എന്ത് തരാൻ കഴിയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല.
അതുകൊണ്ട് ക്രൂസൈഡ് പ്രീച്ചേഴ്സ് എല്ലാം പറയുന്നത് അവൻ എന്തൊക്കെ തരാൻ പറ്റുമെന്ന് നമുക്കൊരു വലിയൊരു ഐഡിയ തരുന്നുണ്ട്. നിനക്ക് രോഗസൗഖ്യം തരാൻ പറ്റും, നിന്റെ കടം മാറ്റാൻ പറ്റും, നിനക്ക് ഭൗതികം നന്മകൾ തരാൻ പറ്റും. അതൊക്കെ തരുമായിരിക്കും എന്നുള്ളതല്ല, അതൊക്കെ പീനട്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതൊക്കെ ദൈവത്തിന് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ലെങ്കിൽ വേറൊരു കാര്യം, അത് ആർക്കും തരാനും പറ്റും. അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. ഇന്ന് ഈ ക്രൂസൈഡ് പ്രീച്ചേഴ്സ് ഓഫർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ യൂസഫ് അലി നിശ്ചയിച്ചാലും കൊടുക്കാൻ പറ്റും. ഈ ക്രൂസൈഡിൽ നിനക്ക് കിട്ടുമെന്ന് പറയുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും യൂസഫ് അലി നിശ്ചയിച്ചാലും കൊടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ദൈവം യൂസഫ് അലിയെ പോലെ ഒരു ലിമിറ്റഡ് ആളാണെന്ന്? യു സീ, കർത്താവ് അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് പറഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. സ്ത്രീ അവനോട്, യജമാനനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്നു? ഇവിടെ പ്രോബ്ലം ഇതാണ്, അവർക്ക് ആകെപ്പാടെ ഈ കിണറ്റിൽ നിന്ന് കോരുന്ന വെള്ളത്തെക്കുറിച്ചല്ലാതെ ഒരു വക അറിയത്തില്ല. നമ്മൾ ഈ പ്രസംഗം കേൾക്കുന്ന മിക്കവർക്കും ആകെപ്പാടെ ഈ കിണറ്റിൽ നിന്ന് കോരുന്ന വെള്ളത്തെക്കുറിച്ചേ അറിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇസ്രായേൽ മക്കളുടെ പ്രശ്നം അതാ, ഞങ്ങൾക്ക് ഇറച്ചി ആര് തരും, വെള്ളം ആര് തരും, അപ്പം ആര് തരും. ഇതല്ലാതെ എന്തെങ്കിലും ആത്മീക കാര്യം ഈ ഇസ്രായേൽ മക്കൾ ആരെങ്കിലും ചോദിച്ചോ? ഇല്ലല്ലോ. ചോദിക്കുന്നതല്ല ഇറച്ചി, മീന്, പിന്നെ അപ്പം, വെള്ളം, കോരാൻ പാത്രം. ഇവിടെ ചോദിക്കുന്നത് എനിക്ക് നിനക്ക് കോരാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാ, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? അവളുടെ മനസ്സിൽ ഈ ഭൗതികമായ വെള്ളമല്ലാതെ വേറെ ഒന്നും വരുന്നില്ല. ഇന്നിപ്പോൾ പ്രസംഗം കേൾക്കുന്ന മിക്ക ആളുകൾക്കും കാര്യം എന്താ വെച്ചാൽ അവര് യേശു ആരെന്ന് അവർക്കറിയില്ല, യേശുവിൻ്റെ മഹാത്മ്യം അറിയുന്നില്ല, യേശു എന്തിൻ്റെ സോഴ്സാണെന്ന് അറിയുന്നില്ല. അവർ ചിന്തിക്കുന്നത് യേശു അപ്പത്തിൻ്റെ സോഴ്സാണ്, ജോലിയുടെ സോഴ്സാണ്, പണത്തിൻ്റെ സോഴ്സാണ്. ഇതൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ കർത്താവ് പറയാണ്, നീ നിനക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നതിന് ആരെന്ന് അറിഞ്ഞുവെങ്കിൽ അവൻ എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മുടെ പിതാവായ അവൾ പിന്നെയും ചോദിക്കുക, നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവളെ നോട്ടത്തിൽ ഏറ്റവും വലിയ ആളാരാ? യാക്കോബ്. കാര്യം യാക്കോബിൻ്റെ കിണറായത്. യാക്കോബിനേക്കാളും വലിയ ആളാണോ നീ? ഇല്ലേ? നമ്മുടെ നോട്ടത്തിൽ ഇതുപോലെ കുറച്ച് വലിയ പുള്ളികളുണ്ട്. അതിലൊന്ന് അബ്രഹാം വെള്ളി, പൊന്ന്, ഈ വകയിലൊക്കെയും ബഹു സമ്പന്നനായിരുന്നു. അത് തരാൻ പറ്റുമോ? അബ്രഹാമിൻ്റെ അനുഗ്രഹം നിനക്ക് തരാൻ പോയ? അബ്രഹാമിൻ്റെ അനുഗ്രഹമൊക്കെ വേറെ, അതുപോട്ടെ. ഇങ്ങനെ ഭൗതികമായ കാര്യങ്ങളിൽ കണ്ണ് ഉടക്കിക്കിടക്കുന്ന ആളുകൾ. കർത്താവ് പറയുന്നത്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ പുറകോട്ടൊഴുകും. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനത് പറയുന്നത്. അപ്പോൾ ദൈവം എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവും ഞാൻ പ്രതീക്ഷിക്കുന്നത് ലോകത്തിലെ വെള്ളവുമാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ലോകത്തിൻ്റെ വെള്ളത്തിൻ്റെ പ്രശ്നം അതാണ്. ലോകത്തിലെ ഏത് വെള്ളം കുടിച്ചാലും പിന്നെയും ദാഹിക്കും. ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ തരുന്നതല്ല ലോകത്തിലെ ഒരു വെള്ളവും. ദൈവം നിന്നെ സമ്പന്നനാക്കുമെന്ന് പറഞ്ഞു, അങ്ങനെ അങ്ങ് വിശ്വസിച്ച് സമ്പന്നനായ ആരെങ്കിലും എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഇപ്പോൾ ഉണ്ടെന്ന് പറയുന്നത് കേട്ടുണ്ടോ? അവന് പിന്നെയും ദാഹിക്കും. റോക്ക് ഫെല്ലറിൻ്റെ ഒരു സ്റ്റോറിയുണ്ട്. റോക്ക് ഫെല്ലർ അയാളുടെ കാലഘട്ടത്തിൽ ലോകത്തിൽ, ഇന്നിപ്പം ബിൽഗേറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ, അയാളുടെ കാലയളവിലെ ഏറ്റവും വലിയ ധനികനായിരുന്നു റോക്ക് ഫെല്ലർ, ദ റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. അയാൾ ലോകത്തിലെ ഏറ്റവും ധനികനായി കഴിഞ്ഞപ്പോൾ ഒരു ജേർണലിസ്റ്റ് ഇയാളുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, സർ, യു ആർ ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ്. ഇയാളെക്കാളും പണമുള്ള ആരും ഇല്ല. ആർ യു സാറ്റിസ്ഫൈഡ്?
നിങ്ങളാണല്ലോ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി. ആർ യു സാറ്റിസ്ഫൈഡ്? റോക്ക്ഫെല്ലർ പറഞ്ഞു, നോ. വാട്ട് വിൽ മേക്ക് യു ഹാപ്പി? വാട്ട് വിൽ മേക്ക് യു സാറ്റിസ്ഫൈഡ്? എന്ത് ലഭിച്ചാൽ നിങ്ങൾ സമ്പന്നനാകും? ഇന്നാരെ പോലെ പൈസ ഉണ്ടായിരുന്നെങ്കിലെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഇയാളാണ് അതിനേക്കാളും കൂടുതൽ. പിന്നെ നിങ്ങൾ ഇനിയിപ്പോൾ എന്ത് കിട്ടിയാലാണ് നിങ്ങൾ സംതൃപ്തനാകുന്നത്? പറഞ്ഞു ഇച്ചിരി പൈസ കിട്ടിയാൽ മതിയെന്ന്. അയാളെ ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ. എന്നിട്ട് പറയുന്നത് എന്താ? കുറച്ച് പൈസ, ലിറ്റിൽ മോർ മണി വിൽ മേക്ക് മീ ഹാപ്പി. പക്ഷെ ആ ലിറ്റിൽ മോർ എന്ന് പറയുന്നത് തീരത്തില്ല, ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. സി രാധാകൃഷ്ണൻ പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കര പറ്റണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. നമ്മളെല്ലാം പറയുന്നതാണ് ഒരു കര പറ്റണം. പക്ഷേ പിന്നത്തെ പ്രശ്നം, ഒരിക്കലും കര പറ്റിയെന്ന് ഇവന് തോന്നത്തില്ല. എപ്പോഴും ഇവൻ വെള്ളത്തിലാണെന്ന് അവൻ്റെ ചിന്ത. ഇതാണ് ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവാകും. ഇതാണ് ഞാൻ പറഞ്ഞത്. കർത്താവിൽ നിന്ന് പ്രാപിക്കുമ്പോൾ അതിൻ്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് ഭൗതികതയല്ല. അതിൻ്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് നിത്യജീവങ്കലേക്ക്. സോ ഇറ്റേണൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമേ നമ്മൾ കാര്യങ്ങളെ ചിന്തിക്കാവൂ. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ. ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ. മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെന്നെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെന്നെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഏകനായി നിന്യനായി പരദേശിയാ, നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ. ഏകനായി നിന്യനായി പരദേശിയാ, നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ. സ്വന്ത നാട്ടിൽ ചേർത്തുകൊള്ളാമെന്നുരച്ച നാഥൻ എന്നെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്ത നാട്ടിൽ ചേർത്തുകൊള്ളാമെന്നുരച്ച നാഥൻ എന്നെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു.